ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതല്ല, 2-3 ദിവസം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കെട്ടുമുറുക്കിൻ്റെ വീഡിയോ ആണ്. എനിക്കിവർ പോയിട്ട് വന്നു കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഓരോ കാര്യങ്ങൾ. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായി കെട്ടുമുറുക്കിൻ്റെ വീഡിയോ ഇടാനായിട്ട്. ഇതിൻ്റെ പുറകെ നമ്മുടെ ശബരിമലയിൽ പോകുന്ന വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, വിളക്കൊക്കെ കത്തിച്ചു, അയ്യപ്പന് മാലയൊക്കെ വാങ്ങിച്ചിട്ടു. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഇത്തവണയും ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6-6:30 ആ ഒരു ടൈമാണ്. എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. കുറച്ച് താമസിച്ചു കേട്ടോ, കാരണം ഞങ്ങൾ ഇറങ്ങാൻ നേരമായപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് വന്നു. 8 മണി, ഒരു 8:30 ആയിരുന്നു കെട്ടുമുറുക്കിൻ്റെ സമയം. നമ്മൾ 8:15, 8:30 ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. നമ്മൾ അധികം ലേറ്റ് ആയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറ്റിക്കാട്ട് അമ്പലത്തിൽ വെച്ചായിരുന്നു കെട്ടുമുറുക്ക്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള അമ്പലമാണ്. പൊന്നുകുട്ടിയും രാജേഷാണ് ആദ്യമായിട്ട് പോയത് ഈ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. രണ്ടാമത് ചേർത്തല അമ്പലത്തിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഈ അമ്പലത്തിൽ, കുറ്റിക്കാട്ട് അമ്പലത്തിൽ വെച്ചാണ് 3ാമത്തെ തവണ പോകുന്നത്. അങ്ങനെ രാജേഷണ്ണൻ മറ്റേ നമ്മുടെ തേങ്ങയുണ്ടല്ലോ, അതിൽ നെയ്യൊക്കെ നിറയ്ക്കുകയാണ്. എനിക്ക് കെട്ടുമുറുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. നെയ്ത്തേങ്ങ നിറയ്ക്കുകയാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ രാജേഷൻ്റെ ഒത്തിൽ 2 നെയ്ത്തേങ്ങയുണ്ട്, പൊന്നുകുട്ടിയുടെ ഒത്തിൽ 1 പൊന്നുകുട്ടി കൊണ്ടുപോകുന്ന അതും രാജേഷൻ്റെ 2 അണ്ണൻ നിറയ്ക്കുന്നതും, പിന്നെ എൻ്റെയും കണ്ണൻകുട്ടൻ്റെ. അതിപ്പോൾ 3 കൊല്ലം അങ്ങനെയാണ് കൊടുത്തു വിടുന്നത്. കണ്ണൻകുട്ടൻ്റെ എൻ്റെയും കൂടെ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അങ്ങനെ നെയ്ത്തേങ്ങയൊക്കെ നിറച്ചു. രാജേഷൻ്റെ അച്ഛനും അമ്മയും ചിത്തിയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛന് വരാനായിട്ട് സാധിച്ചില്ല കേട്ടോ, കാരണം നമ്മൾ പോകുന്നത് ചിങ്ങം 1. പിന്നെ അച്ഛൻ ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, വണ്ടാനം അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ചിങ്ങം 1 തലേന്നൊക്കെ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വരവ് നടന്നില്ല. അപ്പോൾ നമ്മൾ ചിങ്ങം 1 പോകുന്നത്, ചിങ്ങം 1 തലേ ദിവസമാണ് പോകുന്നത്. ആ ഒരു രീതിയിലാണ് പോയത് കേട്ടോ. അപ്പോൾ ചിങ്ങം 1 ഭഗവാനെ തൊഴാം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ മാല ഇട്ടപ്പോൾ തൊട്ട് പല ആളുകളും നമ്മളോട് പറയുന്നൊരു ഇതാണ് കേട്ടോ, തിരക്കായിരിക്കും എന്ത് ചെയ്യും, ഈ ചിങ്ങം 1 പോകണമായിരുന്നു, തിരക്കായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയരുത്. നമ്മളിപ്പോൾ ആരായാലും ഏത് അമ്പലങ്ങളിൽ പോകുമ്പോഴും അങ്ങനെ തിരക്കാണെന്നുള്ള വാക്കുകൾ പറയില്ല. അവർ പോയി അവർക്ക് നല്ല ദർശനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഏത് അമ്പലത്തിൽ പോകുമ്പോഴും അവരോട് മുൻകൂറായിട്ട്, ഇപ്പം നമ്മുടെ പഴനി പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏത് അമ്പലം, തിരുപ്പതി ഭഗവാനെ കാണാൻ പോകുമ്പോഴും നമ്മളൊരിക്കലും തിരക്കായിരിക്കും ഈ സമയത്ത് പോകുമ്പോൾ അങ്ങനെ നമ്മൾ പറയരുത്. അവർ പോയിട്ട് അവർക്ക് നല്ല ദർശനം കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അത്രയും നമുക്ക് ചെയ്യാവുള്ളൂ. അല്ല നമ്മളവരോടൊരു നെഗറ്റീവ് വേർഡാണത്. ഞങ്ങളോട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ, ചിങ്ങത്തിന് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും, തൊഴാൻ പറ്റുമോ എന്ന് തന്നെ പറയാൻ പറ്റില്ല, അത്ര തിരക്കാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. എൻ്റെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ ഈ ശബരിമലയിൽ പോകുന്നത്, എൻ്റെ പൊന്നുകുട്ടി. കാരണം രാജേഷൻ ഇപ്പം 4ാമത്തെ തവണയാണ് പോകുന്നത്. ഇനിയും ഞാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ രാജേഷനെ വിടും. പൊന്നുകുട്ടിക്ക് ഇനി പോകാൻ പറ്റത്തില്ല കേട്ടോ. പൊന്നുകുട്ടിക്ക് ഇനി സെപ്റ്റംബർ ആകുമ്പോൾ 10 വയസ്സ് തികയും. 10 വയസ്സിന് മുമ്പ് വരെ ഭഗവാനെ കാണാൻ പോകും. 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ശബരിമലയിൽ പോകാൻ പാടില്ലെന്നാണ്. അതും ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ പോകാവോ വിടാവോ എന്നൊക്കെ. നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ പൊന്നുകുട്ടി കുമ്പോടം ആണെങ്കിലും 10 വയസ്സിന് മുമ്പ് വരെ എടുക്കുള്ളൂ. ഇനി പൊന്നുകുട്ടി കുമ്പോടം എടുക്കില്ല, 3 വർഷം കുമ്പോടം എടുത്തു കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടി ഇനി വലിയ കുട്ടിയാകാനൊക്കെ പോവുമല്ലേ. അപ്പോൾ 10 വയസ്സ് സെപ്റ്റംബർ ആകുമ്പോഴേ ആകത്തുള്ളൂ, അടുത്ത മാസമേ ആകത്തുള്ളൂ. അതിന് മുമ്പായിട്ട് എന്തായാലും കുറച്ചുകൂടെ നേരത്തെ വിടണമെന്നായിരുന്നു, പക്ഷെ നമുക്ക് നടന്നില്ല. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തു വരണമല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ഭഗവാൻ നമ്മളെ വിളിക്കുമ്പോഴേ നമുക്ക് ഏത് അമ്പലത്തിലും പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് സത്യമായൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ പോകണമെന്ന് വിചാരിച്ചാലും നമ്മളെ ഭഗവാൻ കാണണമെന്ന് വിചാരിച്ചാലും നമുക്ക് ആ ഒരു സ്ഥലത്ത് പോകാനായിട്ട് പറ്റുള്ളൂ, അത് ഏത് അമ്പലമാണെങ്കിലും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ അരിയൊക്കെ സമർപ്പിക്കുകയാണ് ആ കെട്ടിനകത്ത്. എല്ലാവരും സമർപ്പിച്ചു കേട്ടോ, അച്ഛനും അമ്മയും ചിത്തിയുടെ അമ്മയും എല്ലാവരും സമർപ്പിച്ചു കേട്ടോ. ഒരുപാട് സന്തോഷമായി, കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പൊന്നുകുട്ടീനെ 3 വർഷം ശബരിമലയിൽ വിടണമെന്നുള്ള. കാരണം പൊന്നുകുട്ടി കൊച്ചായിരുന്നു. അപ്പോൾ ഏകദേശം ആദ്യം പോകുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് വരെ എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, രാകേഷണ്ണൻ ഒരു തവണയെങ്കിലും പൊന്നുകുട്ടീനെ
ശബരിമലയെ വിടുവോ? എനിക്ക് സംശയം, എനിക്ക് തോന്നുന്നില്ല വിടുവോ എന്നൊക്കെ. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ മോളെ ശബരിമലയെ വിടണം. ഞാൻ ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാമൻ ആണ് കൊണ്ടുപോയത്. എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് മാമൻ കൊണ്ടുപോയെന്നേ പറയാനായിട്ട് ഞാൻ പറയുള്ളൂ. കാരണം മാമനായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയത്. നമ്മൾ പൈസ ചിലവാക്കുക എന്ന് മാത്രമല്ല, നമ്മൾ അവിടെ കൊണ്ടുപോയി എല്ലാം തൊഴിയിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തത് മാമനായിരുന്നു. ബോംബെയിലാണ് മാമൻ. അത് ഞാൻ എത്ര എൻ്റെ പ്രായമായാലും എൻ്റെ മരണം വരെ ഞാൻ പറയും എൻ്റെ മാമനാണ് എന്നെ ശബരിമലയെ കൊണ്ടുപോയെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ മാമൻ കൊണ്ടുപോയെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ എനിക്ക് അയ്യപ്പനെ കാണാൻ, ഫ്രണ്ടിൽ നിന്ന് കാണാൻ വരെ മാമൻ സൗകര്യം ഒരുക്കി തന്നു. മാമൻ്റെ മക്കളും ഉണ്ടായിരുന്നു കൂടെ കേട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ ശബരിമലയിൽ പോയ കാര്യവും ഭഗവാനെ കണ്ട കാര്യമൊക്കെ പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും രാജേഷനും പറഞ്ഞു കൊടുക്കും കേട്ടോ. ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പഴയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം, അത് ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളിൽ കടന്നു വന്നൊരു വ്യക്തിയും കൂടെയാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇമോഷണലി ഭയങ്കര സംഭവമാണ് എനിക്ക് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശബരിമലയിൽ പോവുക, അമ്പലങ്ങളിൽ പോവുക, ഞാൻ അങ്ങനെ വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ പൊന്നുകുട്ടീനെ 3 തവണ ശബരിമലയെ രാജേഷണം കൊണ്ടുപോകണമെന്ന്. അതെന്തായാലും അയ്യപ്പൻ സാധിച്ചു തന്നു. നമ്മളങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ മനസ്സ് നന്നായി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് നമുക്ക് നടത്തിത്തരും. നമുക്ക് ദോഷം വരാത്ത ആഗ്രഹങ്ങളാണ് നമ്മൾ ഭഗവാനോട് പറയുന്നതെങ്കിൽ, നമുക്കിപ്പോൾ കാറ് വേണം, വീട് വേണം, നമ്മൾ അങ്ങനെയൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ ആഗ്രഹം ഭഗവാനെ കാണണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഞാൻ കുറേ നാളായിട്ട് ഭഗവാനോട് പറയുമായിരുന്നു. പൊന്നുകുട്ടീനെ എനിക്ക് അവിടെ ഭഗവാന്റെ മുന്നിൽ എത്തിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ പൊന്നുകുട്ടിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ശബരിമലയിൽ പോകുമ്പോൾ, ഇങ്ങനെ വേണമെന്ന്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അതും ഭഗവാൻ പൊന്നുകുട്ടിക്ക് സാധിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കെട്ടുമുറുക്കെല്ലാം കഴിഞ്ഞ് തേങ്ങയൊക്കെ അടിച്ച് ഞങ്ങൾ ആദ്യം ചേർത്തല അമ്പലത്തിൽ വന്നു കേട്ടോ. വേറെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ കണ്ണൻകുട്ടനെ രാജേഷൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ സ്കൂട്ടറിൽ വരുമായിരുന്നു. ഇവരെ 2 പേരെ ഓട്ടോയിലും കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ ഇവർ ചേർത്തല അമ്പലത്തിൽ വന്നു. ഞാനും ചേർത്തല അമ്പലത്തിൽ സ്കൂട്ടറിലെത്തി. അങ്ങനെ അയ്യപ്പൻ്റെ നടയിൽ വന്ന് കാവുടേനാണ് കേട്ടോ. ചേർത്തല അമ്പലത്തിലെ കാവുടേൻ്റെ അവിടെ വന്ന് 3 പ്രാവശ്യം വലത്തൊക്കെ ഇട്ട് കേട്ടോ. 3 പ്രാവശ്യം വലത്തൊക്കെ ഇട്ടിട്ട് തേങ്ങ അടിച്ചു അവിടെ. അതിനുശേഷം ഇവർ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ബസ്സിന് പോകുന്നതിന് നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് ആളുകൾ പറഞ്ഞു കേട്ടോ. അയ്യോ കൊച്ചിനെയും കൊണ്ട് ബസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ. ഇവർ അച്ഛനും മോളും തനിച്ചല്ല പോകുന്നത്, കൂടെ പേരമ്മയുണ്ട്. പിന്നെ പേരമ്മയുടെ ഒരു നെയ്ബറും ഒരു കുട്ടിയും ഉണ്ട് കേട്ടോ. അണ്ണൻ മാത്രമേ ഉള്ളൂ ആണായിട്ട്, അയ്യപ്പനായിട്ടുള്ളത്. ആണായിട്ടെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല, അയ്യപ്പനായിട്ട്. അങ്ങനെ അച്ഛനും മോളും കൂടെ KSRTC ബസ്സിന് ആലപ്പുഴയിൽ ചെന്നിട്ടാണ് പോകുന്നത്. ഇനി അടുത്ത ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ശബരിമലയിലോട്ട് പോകുന്ന വീഡിയോസ് ഞാനിടാം. 2 പേരും സന്തോഷമായിട്ട് അയ്യപ്പനെ കണ്ടുവരട്ടെ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ബായ്.